ഇല്ല. ആ ബോധ്യത്തോടെ നമുക്ക് ഈശോയെ നമ്മുടെ മധ്യത്തിലേക്ക് എഴുന്നള്ളിച്ചു കൊണ്ടുവരാം. നമുക്ക് എഴുന്നേറ്റ് നിന്ന് ഈ ഗാനം ആലപിച്ചുകൊണ്ട് ഈശോയെ നമ്മുടെ മധ്യത്തിലേക്ക് എഴുന്നള്ളിച്ചു വരുമ്പോൾ നമ്മളെല്ലാവരും ഈശോ നമ്മളെ ഇപ്പോൾ സ്പർശിക്കാൻ പോവുകയാണ്. നമ്മൾ ഓരോരുത്തർക്കും ഒരു ലാസർ അനുഭവം ഉണ്ടാകാൻ പോവുകയാണ്. നമ്മൾ ഓരോരുത്തരും തളർവാദ രോഗിയെ സൗഖ്യപ്പെടുത്ത പോലെ നമ്മൾ ഓരോരുത്തരിലും കർത്താവ് നമ്മളുടെ കുറവുകൾ മാറ്റി നമ്മുടെ ജീവിതത്തെ ജ്വലിപ്പിക്കാൻ പോവുകയാണ്. നമുക്ക് പാടാം. പരിശുദ്ധാത്മാവാം ദൈവമേ അങ്ങേയ്ക്കാരാധന. പിതാവിനും പുത്രനും സമനായ ദൈവമേ അങ്ങേയ്ക്കാരാധന. ദൈവമേ അങ്ങേയ്ക്കാരാധന. പിതാവിനും പുത്രനും സമനായ ദൈവമേ അങ്ങേയ്ക്കാരാധന. പിതാവിനും പുത്രന്റെയും സ്നേഹമേ അങ്ങേയ്ക്കാരാധന. സ്നേഹം സ്നേഹം സ്നേഹദാതാവേ അങ്ങേയ്ക്കാരാധന. പിതാവിൻ്റെയും പുത്രന്റെയും സ്നേഹമേ അങ്ങേയ്ക്കാരാധന. സ്നേഹം സ്നേഹം സ്നേഹദാതാവേ അങ്ങേയ്ക്കാരാധന. പിതാവിൻ്റെയും പുത്രന്റെയും ജീവനെ അങ്ങേയ്ക്കാരാധന. ജീവൻ ജീവൻ ജീവദാതാവേ അങ്ങേയ്ക്കാരാധന. പിതാവിൻ്റെയും പുത്രന്റെയും ജീവനെ അങ്ങേയ്ക്കാരാധന. നമ്മുടെ ജീവിതത്തിൽ ദൈവം ജീവൻ കുരിശിലൂടെ കുരിശിലൂടെ നമ്മുടെ ജീവിതത്തെ പുതിയ ജീവിതമാക്കി മാറ്റുന്നു. ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് കണ്ണുനീരൊഴുക്കി ഉച്ചസ്വരത്തിൽ വാവിട്ട് കരഞ്ഞു പ്രാർത്ഥിച്ചു എന്നാ പറയുന്നത്. നമുക്കും അതുപോലെ കുരിശിൽ ഈശോ കൈകാലുകളിൽ ആണിയടിക്കപ്പെട്ട് വേദന അനുഭവിച്ച പോലെ നമുക്ക് കൈകൾ വിരിച്ചു പിടിച്ചുകൊണ്ട് ഈശോ കുരിശിൽ കിടന്ന് പ്രാർത്ഥിച്ചു. ഏൽ ഏൽ ലമാ സബക്താനി, എന്റെ ദൈവമേ എന്റെ ദൈവമേ എന്തുകൊണ്ട് എന്നെ നീ ഉപേക്ഷിച്ചു. നമുക്ക് കൈകൾ വിരിച്ചു പിടിച്ചുകൊണ്ട് ഈ വലിയ നൊയമ്പിന്റെ എല്ലാ ബോധ്യങ്ങളും മനസ്സിൽ കണ്ടുകൊണ്ട് ഈ നൊയമ്പ് കാലം മുഴുവനും നമ്മൾ ഈശോയുടെ പീഠാനുഭവത്തെ കുറിച്ച് ചിന്തിക്കാൻ പോവുകയാണ്. എന്നാൽ നമ്മുടെ കുരിശിന്റെ വഴികളെല്ലാം, നമ്മുടെ കുടുംബ ജീവിതത്തിലെ ഭയാനകമായ അവസ്ഥകളെല്ലാം, നമ്മുടെ തകർച്ചകൾ, പരാജയങ്ങൾ, കഷ്ടതകൾ, അവഹേളനങ്ങൾ, ദാരിദ്ര്യം, രോഗങ്ങൾ, ഇതെല്ലാം ഈശോയുടെ കുരിശിലേക്ക്, ഈശോയുടെ വേദനയോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈശോ കുരിശിൽ പ്രാർത്ഥിച്ച ആ 7 വാക്യങ്ങൾ, ഈശോ കുരിശിൽ പ്രാർത്ഥിച്ച വാക്യങ്ങൾ ഓരോന്നായി നമുക്ക് പ്രാർത്ഥിക്കാം. ഇവിടെ അത് പാടുമ്പോൾ നിങ്ങളും പൂർണ്ണമായിട്ട് അതേറ്റ് പാടിക്കൊണ്ട്
ആശയം ഉള്ളിൽ ഉദിച്ചുകൊണ്ട് ഈശോയോടൊപ്പം നമ്മുടെ ജീവിതത്തെ കുരിശിൽ നമുക്ക് ബലിയായി സമർപ്പിക്കാം. എല്ലാവരും കൈകൾ വിരിച്ചു പിടിച്ച് വേദന അനുഭവിച്ചുകൊണ്ട് വേദന അനുഭവിക്കട്ടെ. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എല്ലാവരും വാവിട്ട് കരഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ട് നീ കൈവിടിഞ്ഞു. ഈശോ ഉച്ചസ്വരത്തിൽ കരഞ്ഞു പ്രാർത്ഥിച്ചു. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്തുകൊണ്ടെന്നെ നീ കൈവിടിഞ്ഞു. എല്ലാവരും ഉച്ചസ്വരത്തിൽ അധരം തുറന്ന് വേദന അനുഭവിച്ചുകൊണ്ട് ഈശോയുടെ പീഠാനുഭവത്തെ മുഴുവനും ഉൾക്കൊണ്ടുകൊണ്ട് ഈശോ നമുക്ക് വേണ്ടിയാണ് പീഡാനുഭവിച്ചത്. അവർ ഈശോ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർ അറിയുന്നില്ല. ഈശോ പ്രാർത്ഥിക്കുന്നു. പിതാവേ, എല്ലാവരും അവരോട് പൊറുക്കേണമേ, അവർ ചെയ്യുന്നതെന്തെന്നവർ അറിയുന്നില്ല. എല്ലാവരും സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ഇന്നു നീ എന്നോടു കൂടെ പറുദീസയിലായിരിക്കും. എല്ലാവരും സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ഇന്നു നീ എന്നോടു കൂടെ പറുദീസയിലായിരിക്കും. ഈശോയുടെ ചാവരുളുകൾ ഈശോ മരിക്കുന്ന സമയത്ത് ഈശോയോടൊപ്പം ഈശോയോടൊപ്പം വേദനയോടെ കരഞ്ഞുകൊണ്ട് റബ്ബാ റബ്ബാ എനിക്കു ദാഹിക്കുന്നു, എനിക്കു ദാഹിക്കുന്നു, എനിക്കു ദാഹിക്കുന്നു, എനിക്കു ദാഹിക്കുന്നു, എല്ലാം പൂർത്തിയായിരിക്കുന്നു. പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. എല്ലാവരും അതിരെ തുറന്ന് സ്തുതിച്ചുകൊണ്ട് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ യേശുവേ, എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. യേശുവേ യേശുവേ, ഒരിക്കൽ കൂടി ആ വാക്കുകൾ ഈശോയോടൊപ്പം പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോ തന്നെ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഈശോ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു.
ഈശോ തന്നെ ഇതാ നമ്മുടെ മുമ്പിൽ നമുക്ക് വേണ്ടി കുരിശിൽ കിടന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ ദൈവമേ, സ്വതന്ത്രമായി നമുക്ക് സ്തുതിച്ചുകൊണ്ട്, കരങ്ങൾ ഉയർത്തി സ്തുതിച്ചുകൊണ്ട് നമുക്ക് എഴുന്നേറ്റ് നിന്ന് സ്തുതിക്കാം. ഈ ഉയർപ്പിന്റെ അനുഭവത്തിനേക്ക് വേണ്ടിയാണ് ഈശോ കുരിശിൽ മരിക്കുകയും ദുഃഖവെള്ളിയാഴ്ചയിലൂടെ നമ്മൾ കടന്നു പോകേണ്ടിയിരിക്കുന്നു. ഈശോ കുരിശിൽ കിടന്ന് പ്രാർത്ഥിച്ച ഓരോ പ്രാർത്ഥനകളും നമുക്ക് വേണ്ടിയാണ്. പിതാവേ, ഇപ്പോഴും ഈശോ ഇത് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. പിതാവേ, ഇവരോട് ക്ഷമിക്കണമേ. നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിലുള്ള എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കുരിശിൽ നമ്മളിപ്പോൾ സമർപ്പിച്ചു. വിശ്വസിക്കുക. നീ വിശ്വസിക്കുമെങ്കിൽ ദൈവമഹത്വം കാണും. നീ വിശ്വസിക്കുമെങ്കിൽ ദൈവമഹത്വം നിനക്കിപ്പോൾ കാണും. ഇപ്പോൾ വിശ്വസിക്കുക. ഈ കുരിശിൽ കിടന്ന് പിടഞ്ഞു മരിച്ച കർത്താവ് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റിതാ ഇവിടെ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. ഈ കർത്താവ് തന്നെയാണ് അന്ന് ലാസറിന്റെ ഭവനത്തിൽ ചെന്നിട്ട് പറഞ്ഞത്, ഞാനാണ് പുനരുത്ഥാനവും ജീവനും. ആ കർത്താവ് തന്നെയാണ് നമ്മൾ ഓരോരുത്തരുടെയും ഉള്ളിൽ ഇപ്പോൾ വസിക്കുന്നത്, നമ്മളോട് വന്ദിക്കുന്നത്. മകളെ, മകനെ, നീ വിശ്വസിക്കുമെങ്കിൽ ദൈവമഹത്വം കാണും. നിന്റെ ജീവിതത്തിൽ ഇപ്പോൾ ഞാൻ അതിശക്തമായ ഒരു ഉയർപ്പിന്റെ അനുഭവം തരും. നിന്റെ ജീവിതത്തിൽ ഇപ്പോൾ ഞാൻ ഒരു രൂപാന്തരീകരണം തരും. ഞാൻ രൂപാന്തരീകരിച്ച് ഉയർത്ത കർത്താവ് നിന്റെ കൂടെയുണ്ട്. എന്താണ് നിന്റെ പ്രയാസം? നിന്റെ വിശ്വാസം വർദ്ധിക്കണം. നീ എനിക്ക് വേണ്ടി നിന്റെ ജീവിതത്തെ വിട്ടുതരിക. നീ എനിക്ക് വേണ്ടി നിന്റെ ജീവിതത്തെ വിട്ടുതരുമ്പോൾ ഞാൻ നിനക്ക് വേണ്ടി തന്നിട്ടുള്ളതെല്ലാം നിനക്ക് അനുഭവമാകും. എല്ലാവരും കരമുയർത്തി ഒന്നുകൂടി സ്തുതിച്ചുകൊണ്ട് യേശുവേ, 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 യേശു നാമം പറഞ്ഞ് സ്തുതിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. സകല രോഗങ്ങളും, കഷ്ടതകൾ, ബുദ്ധിമുട്ടുകൾ, തകർച്ചകൾ, വ്യാധികളെല്ലാം മാറാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ലാസർ ഉയർക്കുന്ന ലാസറിന്റെ ഉയർപ്പിന്റെ അനുഭവം, കുഷ്ഠരോഗി സുഖപ്പെടുത്തിയ അനുഭവം ഓരോരുത്തരുടെയും ജീവിതത്തിൽ കർത്താവ് ഇന്ന് ഇടപെടാൻ പോവുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ യേശുവേ, ഞങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങൾ പരിശുദ്ധാത്മാവിനെ ജ്വലിപ്പിക്കാൻ പോവുകയാണ്. ആത്മാവേ, പരിശുദ്ധാത്മാവേ എന്നുള്ള ഗാനം വീണ്ടും നമ്മൾ ആലപിക്കുമ്പോൾ ഈശോയുടെ ഉത്ഥാനത്തിന്റെ ശക്തി അപ്പസ്തോലന്മാരുടെ മേൽ വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞു, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. നിങ്ങൾ എൻ്റെ സാക്ഷികളാകും. നിങ്ങൾ ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം ചെയ്യും. നിങ്ങൾ വിശ്വസിക്കുന്നവർ ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം ചെയ്യും, അവയേക്കാൾ വലിയവയും ചെയ്യും. കൈയടിച്ച് പാടിക്കൊണ്ട് ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മളിൽ വസിക്കുന്നതിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം അതിനുശേഷം എല്ലാവരുടെയും രോഗങ്ങളും കഷ്ടതകളും ബുദ്ധിമുട്ടുകളും മാറാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. പരിശുദ്ധാത്മാവ് നമ്മൾ ജ്വലിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക. കൈയടിച്ച് ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ, ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ, ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ, ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. സ്നേഹാഗ്നി ജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ, സ്നേഹാഗ്നി ജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, ആത്മാവേ, പരിശുദ്ധാത്മാവേ, എൻ ഹൃദയത്തിൽ വാഴും ആത്മാവേ, നിറയണമേ, എന്നിൽ നിറയണമേ, ഹൃദയത്തിൽ വാഴും ആത്മാവേ, നിറയണമേ, എന്നിൽ നിറയണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ, ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. സ്നേഹാഗ്നി ജ്വാലയായി
എന്നിൽ കത്തിപ്പടരണമേ. സ്നേഹാഗ്നിജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ. ദൈവത്തിനാലയം ഞാനല്ലോ, ദൈവത്തിൻ കൂടാരം ഞാനല്ലോ. ദൈവത്തിനാലയം ഞാനല്ലോ, ദാഹത്തോടെ എല്ലാവരും ദാഹത്തോടെ ഞാനല്ലോ. ദൈവജനം നാം, ദൈവമകൻ ഞാൻ, ദൈവത്തിൻ ഓമനക്കുട്ടൻ ഞാൻ. ദൈവജനം നാം, ദൈവമകൻ ഞാൻ, ദൈവത്തിൻ ഓമനക്കുട്ടൻ ഞാൻ. ആത്മാവേ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പിതാവേ, ഇവരോട് ക്ഷമിക്കണമേ. പിതാവേ, ഇതാ ഞാൻ എല്ലാം അങ്ങേക്ക് നൽകിയിരിക്കുന്നു. ഈശോ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവവും മനുഷ്യനും ഒന്നായ നിമിഷം പാപിയാം ഞാൻ ദൈവസുതനായി മാറി. ദൈവവും മനുഷ്യനും ഒന്നായ നിമിഷം പാപിയാം ഞാൻ ദൈവസുതനായി മാറി. പിതാവിനോടുകൂടെ പുത്രനോടുകൂടെ സ്വർഗരാജ്യം എന്നിൽ തന്നെ. പിതാവിനോടുകൂടെ പുത്രനോടുകൂടെ സ്വർഗരാജ്യം തന്നെ. ആത്മാവേ പരിശുദ്ധാത്മാവേ, ആത്മാവേ പരിശുദ്ധാത്മാവേ, ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ജീവജലത്തിൻ അരുവിയായി ഒഴുകണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവിന്റെ ഒരു പുതിയ നിറവ്, പരിശുദ്ധാത്മാവിന്റെ പുതിയ നിറവ് ഇപ്പോൾ ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ഉയർത്തെഴുന്നേറ്റ കർത്താവ് നിങ്ങളുടെ ഭവനത്തിൽ, ഉയർത്തെഴുന്നേറ്റ കർത്താവ് നിങ്ങളോട് കൂടെ, ലാസറിനെ ഉയർപ്പിച്ച കർത്താവ് ഇതാ നമ്മുടെ കൂടെ, ലാസറിനെ ഉയർപ്പിച്ച കർത്താവ് ഇതാ നമ്മുടെ കൂടെ. എല്ലാ രോഗങ്ങളും കഷ്ടതകളും തകർച്ചകളും ഇപ്പോൾ കർത്താവ് സൗഖ്യപ്പെടുത്താൻ പോകുന്നു. ഇപ്പോൾ എല്ലാ രോഗങ്ങളും കഷ്ടതകളും തകർച്ചകളും സൗഖ്യപ്പെടുത്താൻ പോകുന്നു. ലാസറേ പുറത്തു വരിക. വിശ്വസിക്കുമെങ്കിൽ നിങ്ങൾ ദൈവമഹത്വം കാണും. വിശ്വസിക്കുമെങ്കിൽ ദൈവമഹത്വം കാണും. ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ വിശ്വസിക്കുന്നു. യേശുവേ, ലാസറിനെ ഉയർപ്പിച്ച യേശുവേ, ലാസറിനെ ഉയർപ്പിച്ച യേശുവേ, ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ, ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ ഉയർപ്പുണ്ടാകട്ടെ, ഉയർപ്പുണ്ടാകട്ടെ. ലാസറേ പുറത്തു വരിക. പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നു. നിനക്കൊരു കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ, കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ, നിനക്കൊരു കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ, നിനക്കൊരു കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ നിനക്ക് അസാധ്യമായ ഒന്നുമില്ല. ഹല്ലേലൂയ. നിനക്കൊരു കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ നിനക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. യേശുവേ, ആ വിശ്വാസം ഇവിടെ എല്ലാവരിലേക്കും ചൊരിയണമേ. നീ വിശ്വസിക്കുമെങ്കിൽ ദൈവമഹത്വം കാണും. നിന്റെ കുടുംബത്തിൽ നിന്റെ ലാസർ ഇന്ന് ഉയർക്കും. നിന്റെ ജീവിതത്തിൽ ഒരു ലാസർ ഉയർക്കും. നിന്റെ ജീവിതത്തിൽ ചീഞ്ഞളിഞ്ഞതെല്ലാം ഇപ്പോൾ ഉയർക്കും. നിന്റെ എല്ലാ ദുസ്വഭാവങ്ങളും ഇപ്പോൾ വിട്ടുമാറട്ടെ. യേശുവിന്റെ നാമത്തിൽ ലാസറേ പുറത്തു വരിക. ലാസറേ പുറത്തു
പുറത്തു വരിക. പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഓരോരുത്തരിലും വസിക്കുന്ന പരിശുദ്ധാത്മാവ്, നമ്മുടെ ജീവിതത്തെ നവീകരിക്കുന്ന പരിശുദ്ധാത്മാവ്, നമ്മുടെ ജീവിതത്തെ രൂപാന്തരീകരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഇപ്പോൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ഭാഷാവരമുള്ളവർ ഭാഷാവരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഹല്ലേലൂയ പ്രാർത്ഥിച്ചുകൊണ്ട്, എല്ലാവരും ശബ്ദമുയർത്തി പ്രാർത്ഥിച്ചുകൊണ്ട് ഹല്ലേലൂയ 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 ശാലബല ഹലബല ഹലബല ഭാഷാവരത്തിൽ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാവരും അതിരം തുറക്കൂ, അതിരം തുറന്ന്, അതിരം തുറന്ന് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാ ബന്ധനങ്ങളും അഴിയട്ടെ, എല്ലാ കെട്ടുകളും പൊട്ടട്ടെ, എല്ലാ പൈശാചിക ശക്തികളും ദൂരെ പോകട്ടെ യേശുവിന്റെ നാമത്തിൽ. എല്ലാ പൈശാചിക ശക്തികളും ദൂരെ പോകട്ടെ യേശുവിന്റെ കുരിശിനാൽ. എല്ലാ പൈശാചിക ശക്തികളും ദൂരെ പോകട്ടെ. എല്ലാ രോഗങ്ങളും മാറട്ടെ, എല്ലാ രോഗങ്ങളും മാറട്ടെ, എല്ലാ രോഗങ്ങളും മാറട്ടെ, എല്ലാ രോഗങ്ങളും മാറട്ടെ. ക്യാൻസർ രോഗം അകലട്ടെ, ക്യാൻസർ രോഗം അകലട്ടെ യേശുവിന്റെ നാമത്തിൽ. ലിവർ റിസോഴ്സസ് മാറട്ടെ, ലിവർ സംബന്ധമായ രോഗങ്ങൾ മാറട്ടെ, ഹൃദയ സംബന്ധമായ രോഗങ്ങൾ മാറട്ടെ. കൈയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഹൃദയ സംബന്ധമായ രോഗങ്ങൾ മാറട്ടെ. ലാസറേ പുറത്തു വരിക. ഹൃദയ സംബന്ധമായ രോഗങ്ങൾ മാറട്ടെ. ഗർഭാശയ സംബന്ധമായ രോഗങ്ങൾ മാറട്ടെ. കൊച്ചു കുട്ടികളെ സൗഖ്യപ്പെടുത്തുന്നു കർത്താവ്. കൊച്ചു കുട്ടികൾക്കുള്ള രോഗങ്ങൾ സൗഖ്യപ്പെടുത്തുന്നു. കുഞ്ഞു കുട്ടികൾക്കുള്ള രോഗങ്ങൾ സൗഖ്യപ്പെടുത്തുന്നു. പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നു. കാലിന്റെ വേദനകൾ മാറ്റുന്നു, കാലിന്റെ തളർച്ചകൾ മാറ്റുന്നു, കാലിന്റെ തളർച്ചകൾ മാറ്റുന്നു. കാലിന്റെ തളർച്ചകൾ മാറുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വീണ്ടും ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞ് കവിഞ്ഞൊഴുകണമേ, ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞ് കവിഞ്ഞൊഴുകണമേ. സ്നേഹാഗ്നി ജ്വാലയായി എന്നാത്മാവിൽ പടരണമേ. ദാഹത്തോടെ, ശക്തിയോടെ, ആവേശത്തോടെ പരിശുദ്ധാത്മാവ് ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. 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 ജീവജലത്തിൻ അറിയാമല്ലോ, ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. സ്നേഹാഗ്നി ജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ. സ്നേഹാഗ്നി ജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ. സ്നേഹാഗ്നി ജ്വാലയായി എന്നാത്മാവിൽ പടരണമേ. സ്നേഹാഗ്നി ജ്വാലയായി എന്നാത്മാവിൽ പടരണമേ. എന്നിൽ വാഴും ആത്മാവേ എന്നിൽ കത്തിപ്പടരണമേ. 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 രോഗസൗഖ്യം നൽകണമേ, രോഗസൗഖ്യം നൽകണമേ. രോഗസൗഖ്യം നൽകണമേ, രോഗസൗഖ്യം നൽകണമേ. രോഗസൗഖ്യം നൽകണമേ, രോഗസൗഖ്യം നൽകണമേ. രോഗസൗഖ്യം നൽകണമേ, രോഗസൗഖ്യം നൽകണമേ. എന്നിൽ വാഴും ആത്മാവേ വിശ്വാസം 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 നൽകണമേ. വിശ്വാസം നൽകണമേ, വിശ്വാസം നൽകണമേ. വിശ്വാസം നൽകണമേ, വിശ്വാസം നൽകണമേ. എന്നിൽ വാഴും ആത്മാവേ എന്നിൽ കത്തിപ്പടരണമേ. എന്നിൽ വാഴും ആത്മാവേ എന്നിൽ കത്തിപ്പടരണമേ.
പുതിയ ഹൃദയം നൽകണമേ, പുതിയ ചൈതന്യം നൽകണമേ, എന്നിൽ കത്തിപ്പടരണമേ, എന്നിൽ കത്തിപ്പടരണമേ, എന്നിൽ കത്തിപ്പടരണമേ, എന്നിൽ കത്തിപ്പടരണമേ, എന്നിൽ കത്തിപ്പടരണമേ, എന്നിൽ കത്തിപ്പടരണമേ, ഹല്ലേലൂയ 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 പ്രകാശമുണ്ടാകുമ്പോൾ അന്ധകാരം അകലുന്നു. എല്ലാവരും ശബ്ദമുയർത്തി പ്രകാശമുണ്ടാകട്ടെ, പ്രകാശമുണ്ടാകട്ടെ. പ്രകാശമുണ്ടാകുമ്പോൾ അന്ധകാരം അകലുന്നു. അന്ധകാരത്തിന് പ്രകാശത്തെ കീഴടക്കുക സാധ്യമല്ല. പ്രകാശത്തെ കീഴടക്കുക ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവിന്റെ പ്രകാശം നമ്മുടെ ആത്മാവിലേക്ക് വരുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ സകല ദുസ്വഭാവങ്ങളും മാറുന്നു, നമ്മുടെ വിശ്വാസം വർദ്ധിക്കുന്നു, നമ്മുടെ കുടുംബ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുന്നു. പത്രോസിന്റെ വള്ളത്തിൽ കർത്താവ് കയറി പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ പത്രോസിന്റെ സകല പ്രശ്നങ്ങളും മാറി. വലിയ ചാകര. പത്രോസ് പറയാണ്, കർത്താവേ, ഇത്രയും വലിയൊരു മീൻപിടുത്തം ഞാൻ കണ്ടിട്ടില്ല. കർത്താവ് പത്രോസിന്റെ വള്ളത്തിൽ കയറി വചനം പ്രഘോഷിക്കാൻ തുടങ്ങിയപ്പോൾ പത്രോസിന് എല്ലാ ജീവിതത്തിലെല്ലാം മാറി. എന്നപോലെ നമ്മുടെ ജീവിത വള്ളം കർത്താവിന് വിട്ടുകൊടുക്കുക. കർത്താവേ, ഇതാ നീ എൻ്റെ ഹൃദയത്തിൽ വസിച്ചുകൊണ്ട് എൻ്റെ ജീവിതത്തെ നീ സ്വന്തമാക്കിയിരിക്കുന്നു. ഞാൻ എന്നെ തന്നെ പൂർണ്ണമായിട്ട് വിട്ടുതരുന്നു. ഒരിക്കൽ കൂടി നമ്മൾ 100% കർത്താവിന് വിട്ടുകൊടുക്കുക. നമ്മൾ ദശാംശം കൊടുക്കേണ്ടവരല്ല, നമ്മൾ 100% കൊടുക്കേണ്ടവരാണ്. കർത്താവ് തൻ്റെ ജീവൻ നമുക്ക് വേണ്ടി നൽകിക്കൊണ്ട് എന്നിൽ വിശ്വസിക്കുന്നവൻ ലോകത്തെ ദൈവം ഇത്രമാത്രം സ്നേഹിച്ച് തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം സ്നേഹിച്ചു. തൻ്റെ ഏകജാതനെ മുഴുവനായിട്ട് നമുക്ക് നൽകിയിരിക്കുന്നു. ദശാംശമായിട്ടല്ല നമുക്ക് നൽകിയിരിക്കുന്നത്, മുഴുവനും നൽകിയിരിക്കുന്നു. അതിന് പകരം നിങ്ങൾ എന്ത് കൊടുക്കും? നമ്മുടെ ജീവൻ കർത്താവിന് വിട്ടുകൊടുക്കാമോ? പൂർണ്ണമായിട്ട് കർത്താവിന് സമർപ്പിക്കാമോ? കർത്താവിന് വിട്ടുകൊടുക്കാമോ? പൂർണ്ണമായിട്ട് കർത്താവിന് സമർപ്പിക്കാൻ ഒരവസരം ഞാനിപ്പോ തരികയാണ്. അങ്ങനെ കർത്താവിന് വേണ്ടി പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കാൻ ഒരു അടയാളമായിട്ട് കർത്താവിന് പൂർണ്ണമായിട്ട് എൻ്റെ ജീവൻ വിട്ടുകൊടുക്കാം എന്ന് തോന്നുന്നവർ ഇവിടെ വന്ന് ഈ കർത്താവിന്റെ ഈ സ്റ്റേജിന് മുൻപിൽ വന്ന് സാഷ്ടാംഗം വീഴാം. ഇവിടെ വന്ന് മുട്ടുകുത്താം. ഇവിടെ കർത്താവിന് വേണ്ടി പൂർണ്ണമായിട്ട് എൻ്റെ ജീവൻ സമർപ്പിക്കുന്നു എന്ന് തോന്നുന്നവർ വരുവിൻ, മുന്നോട്ട് വരുവിൻ. ഇവിടെ വന്ന് മുട്ടുകുത്തി കർത്താവിന് നിങ്ങളുടെ ജീവിതം സമർപ്പിക്കുവിൻ. കർത്താവിന് വേണ്ടി പൂർണ്ണമായിട്ട് എൻ്റെ ജീവൻ ഞാൻ ഇപ്പോൾ സമർപ്പിക്കുന്നു. വരുവിൻ. കർത്താവിന് പൂർണ്ണമായിട്ട് നമ്മുടെ ജീവിതം വിട്ടുകൊടുക്കാൻ സമർപ്പിക്കുന്നവർ മുന്നോട്ട് വരുവിൻ. ഇവിടെ വന്ന് കർത്താവിന് അടിയറ വയ്ക്കുവിൻ. കർത്താവിന് നമ്മുടെ ജീവിതം വിട്ടുകൊടുക്കുവിൻ. ഒരു മൽപ്പിടുത്തമാണ് നമ്മുടെ ഉള്ളിൽ. ഇതാ സഹോദരിമാർ വരുന്നു. ഇവിടെ കർത്താവിൻ്റെ മുമ്പിൽ വന്നുകൊണ്ട് തൊട്ടടുത്ത് വരുവിൻ, കുറച്ചുകൂടി അടുത്ത് വരുവിൻ. കർത്താവിന് പൂർണ്ണമായിട്ട് അങ്ങ് വിട്ടുകൊടുക്കുവിൻ നമ്മുടെ ജീവിതം. കർത്താവിന് വേണ്ടി എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാണ്. വരുവിൻ. ഇനിയും ഇങ്ങനെ വരാനുള്ളവർ വരുവിൻ.
കർത്താവിന് വേണ്ടി തൻ്റെ ജീവിതം അടിയറ വയ്ക്കാൻ ഉള്ള വിശ്വാസമുള്ളവർ വരുവിൻ. സഹോദരന്മാർ വരുവിൻ, കൊച്ചുമക്കൾ വരുവിൻ. ഇതാ ഒരവസരമാണ്. ഞാൻ എൻ്റെ ജീവൻ കർത്താവിന് നൽകുന്നു. സ്നേഹിതർക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്നതിനേക്കാൾ വലിയ ജീവനില്ല, വലിയ സ്നേഹമില്ല. ഈശോ നമുക്ക് വേണ്ടി തൻ്റെ ജീവൻ അർപ്പിച്ചുവെങ്കിൽ നമ്മൾ ഈശോയ്ക്ക് വേണ്ടി നമ്മുടെ ജീവിതം അർപ്പിക്കേണ്ടവരാണ്. വരുവിൻ, വരുവിൻ. കർത്താവിന് വേണ്ടി നമ്മുടെ ജീവിതം അർപ്പിക്കാൻ പൂർണ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് സ്റ്റേജിന്റെ അടുത്തേക്ക് വരുവിൻ. ശല ബല ഹല ബല ഹല ബല ഹല. ഉച്ചത്തിൽ സ്തുതിച്ചുകൊണ്ട്, ആർപ്പ് വിളികളോടെ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി പൂർണ്ണമായിട്ട് ജീവൻ സമർപ്പിക്കുന്നവർ ഉച്ചത്തിൽ സ്തുതിച്ചുകൊണ്ട് അടിയറ വയ്ക്കുവിൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വരുവിൻ, ദൂരെയുള്ളവർ വരുവിൻ. കർത്താവിന് വേണ്ടി, നിങ്ങൾക്ക് കർത്താവിന് വേണ്ടി തന്റെ ജീവൻ സമർപ്പിക്കാനുള്ള അവസരമാണിത്. ഇന്ന് കർത്താവ് നമുക്ക് വേണ്ടി ജീവൻ സമർപ്പിച്ചുവെങ്കിൽ നമുക്ക് നമ്മുടെ ജീവൻ കർത്താവിന് വേണ്ടി സമർപ്പിക്കാം. ദൂരെയുള്ളവർക്ക് വരാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ജീവിക്കും ദൈവത്തിൻ അരൂപിയേ, നവ്യമായി ഞങ്ങളിൽ വസിക്കേണമേ. ഒരു പുതിയ ശക്തി, ഒരു പുതിയ ജീവിക്കും ദൈവത്തിൻ അരൂപിയേ, പുതിയ ചൈതന്യം നമ്മൾ നവ്യമായി ഞങ്ങളിൽ വസിക്കേണമേ. കർത്താവിലേക്ക് നോക്കൂ. അവനെ നോക്കിയവൻ ഉരുക്കി ഞങ്ങളെ വാർത്തെടുക്കൂ, സ്നേഹം നിറച്ചു നീ ഉപയോഗിക്കൂ. ഉരുക്കി ഞങ്ങളെ വാർത്തെടുക്കൂ, സ്നേഹം നിറച്ചു നീ ഉപയോഗിക്കൂ. ഒരിക്കൽ കൂടി എല്ലാവരും പാടിക്കൊണ്ട് ഒരു പുതു ചൈതന്യം നമ്മളിൽ നിറയുന്നതിന്, നമ്മുടെ വിശ്വാസം വർദ്ധിക്കുന്നതിന്, ദൈവത്തിന്റെ വചനത്തിനോടുള്ള തീഷ്ണത ഉണ്ടാകുന്നതിന്, ജ്ഞാനം നിറയുന്നതിന്, നമ്മുടെ വിശ്വാസത്തെ പൂർണ്ണമായി വർദ്ധിക്കുന്നതിനായിട്ട് ഒരിക്കൽ കൂടി നമുക്ക് പാടിക്കൊണ്ട്, ദൈവമേ ഞാൻ പൂർണ്ണമായിട്ട് എന്നെ സമർപ്പിക്കുന്നു. ജീവിക്കും ദൈവത്തിൻ അരൂപിയേ, എല്ലാവരും നവ്യമായി ഞങ്ങളിൽ വസിക്കേണമേ. കർത്താവേ, മക്കളെല്ലാവരെയും അങ്ങയുടെ പുതു ചൈതന്യത്താൽ സ്പർശിക്കണം. ഒരു പുതു ജീവിതം ഉണ്ടാകണമേ. ഞങ്ങളുടെ ജീവിതത്തെ പുതിയതാക്കണമേ. അത്ഭുത ശക്തികളിലേക്ക് നിറയ്ക്കണമേ. അത്ഭുത വരദാനങ്ങൾ തുറക്കണമേ. എല്ലാ വരദാനങ്ങളും തുറക്കണമേ. ഉരുക്കി ഞങ്ങളെ വാർത്തെടുക്കൂ, സ്നേഹം നിറച്ചു നീ ഉപയോഗിക്കൂ. നമ്മൾ സമാപനാശീർവാദത്തിനായിട്ട് ഒരുങ്ങുകയാണ്. ഉരുക്കി ഞങ്ങളെ വാർത്തെടുക്കൂ, സ്നേഹം നിറച്ചു നീ ഉപയോഗിക്കൂ. പൂർണ്ണമായിട്ട് ഒരിക്കൽ കൂടി കർത്താവ് നമ്മൾ കർത്താവിന്റെ ഹൃദയത്തിന്റെ ഉള്ളിലാണ്. സാഷ്ടാംഗം വീണു നാം ഏറ്റം മഹത്താമി കൂദാശയെ, നവ്യനിയമത്തിൻ കർമ്മങ്ങൾ വന്നല്ലോ, പൂർവികം സാദരം മാറി നിൽക്കൂ. ഇന്ദ്രിയങ്ങൾ കീഴും പോരായ്മയൊക്കെയും തീർക്കുക വിശ്വാസ ദിവ്യദീപ്തി. ദൈവപിതാവിനും അന്നേകജാതനും
നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ പീഡാനുഭവത്തിന്റെ സ്മാരകമായി വിസ്മയാവഹമായി കൂദാശ ഞങ്ങൾക്ക് നൽകിയല്ലോ. അങ്ങയുടെ പരിത്രാണത്തിന്റെ ഫലം ഞങ്ങൾ നിരന്തരം അനുഭവിക്കുമാറ് അങ്ങയുടെ തിരുശരീരത്തിന്റെയും തിരുരക്തത്തിന്റെയും ദിവ്യരഹസ്യങ്ങൾ എന്നും വണങ്ങുവാൻ അനുഗ്രഹം അരുളണമേ എന്ന് നിത്യമായി ജീവിച്ചു വാഴുന്ന അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ ഈശോയുടെ കൃപ മുഴുവനും നമ്മളിൽ നിറഞ്ഞു തുളുമ്പുന്ന അനുഭവത്തിലേക്ക് നമ്മൾ വരികയാണ്. രണ്ട് കരങ്ങൾ ഈശോയുടെ അടുത്തേക്ക് നീട്ടിക്കൊണ്ട് ഈശോയെ സ്നേഹിക്കുക. ഈശോയെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ വിശ്വസിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ സ്നേഹിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിനെ, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിനെ, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിനെ ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദൈവനാമം വാഴ്ത്തിടുവിൻ. ദൈവവും മനുജനുമാം മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. മിശിഹാതൻ പൂജിതമാം തിരുനാമം വാഴ്ത്തിടുവിൻ. സ്നേഹത്തിൻ ഉറവിടമാം തിരുഹൃദയം വാഴ്ത്തിടുവിൻ. പീഠത്തിൽ വാണരുളും മിശിഹായെ വാഴ്ത്തിടുവിൻ. രക്ഷകനാം മിശിഹാതൻ ദിവ്യനിണം വാഴ്ത്തിടുവിൻ. ദൈവാത്മാവിനെ വാഴ്ത്തിടുവിൻ. ദൈവത്തിൻ മാതാവാ കന്യാമേരി വാഴ്ത്തിടുവിൻ. മറിയത്തിൻ നിർമ്മലമാ ഉത്ഭവം വാഴ്ത്തിടുവിൻ. സ്വർഗാരോപിത മാതാവിൻ തിരുനാമം വാഴ്ത്തിടുവിൻ. നിർമ്മലയാ കന്യകവൻ വല്ലഭനെ വാഴ്ത്തിടുവിൻ. സിദ്ധരിലും ദൂതരിലും ദൈവത്തെ വാഴ്ത്തിടുവിൻ. പ്രിയപ്പെട്ടവരെ, നാളെ വൈകിട്ട് ദിവ്യബലി ഉണ്ടായിരിക്കുന്നതാണ്. കൃത്യം 6 മണിക്ക് ദിവ്യബലി ആരംഭിക്കും. ഇന്നലെ ലഭിച്ച സ്വാശ്രകാഴ്ച 8145 രൂപ. നാളെ കൃത്യസമയത്ത് തന്നെ നമ്മൾ ജപമാല ആരംഭിക്കും. 5 മണിക്ക് ആരാധന. ഇവിടെ ഒരു ചെറിയ ബുക്ക് സ്റ്റോൾ ഇവിടെ നടക്കുന്നുണ്ട്. അവിടെ വിവിധ പുസ്തകങ്ങളുണ്ട്. നാളെ ബൈബിൾ, മറ്റ് ആധ്യാത്മികമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ ഉണ്ടായിരിക്കുന്നതായിരിക്കും.